ഹായ് ഗൈസ്, എല്ലാവർക്കും ഉത്രാടം ദിനാശംസകൾ. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം പൂവിടാതിരുന്നതിന് പകരമായിട്ട് ഞാൻ ഇന്നങ്ങ് അടിപൊളിയായിട്ട് വലുതായിട്ടങ്ങ് പൂവിടാൻ തീരുമാനിച്ചു. അങ്ങനെ വേണ്ട അമ്മ പതിവ് പോലെ ചാണകമൊക്കെ മെഴുകി തരുവാണേ. അമ്മയായിരുന്നു ഇത്രയും ദിവസം ചാണകമൊക്കെ മെഴുകി പൂവിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാനിടാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് കുറേ പൂക്കളുണ്ട്, കുറേ പൂവൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. അപ്പോൾ അങ്ങനെ ബന്ദിയും വാടാമുല്ലയും റോസയും ജമന്തി അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട്. അപ്പം നമുക്ക് പൂവിടാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം ഡിസൈൻ വരച്ചു. പൂക്കളെല്ലാം രണ്ട് ഇറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചാണകം മെഴുകി ഇനി നമുക്ക് ഡിസൈൻ വരയ്ക്കാം. അപ്പോൾ രാവിലെ തുടങ്ങിയതാണേ, ഒരു 6:30 ആയപ്പോൾ ഞാൻ തുടങ്ങി. കണ്ടോ, ഡിസൈൻ എല്ലാം വരച്ച് കഴിഞ്ഞു. ഇനി ഓരോ പൂക്കളായിട്ടിടാം. അപ്പം ഞാൻ ആദ്യം നടുക്ക് നമ്മുടെ റോസയുടെ ഇതളുകളുണ്ടല്ലോ, ഇത് ബിന്ദുവിൻ്റെ, അതും അമ്മ ചാണകം മെഴുകിയൊക്കെ ഇട്ടേക്കുവാണ്. അവൾ പൂവെടുക്കാനൊക്കെ പോയേക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. ഇനി ആദ്യം റോസയുടെ ഇതളുകൾ നല്ല ചുമന്ന നിറമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ റോസയുടെ ഇതളൊക്കെ നടുക്കിട്ടു. പിന്നെ നമ്മുടെ ഓരോ ഇതളായിട്ട് ബന്ദി, മഞ്ഞ ബന്ദി, ഓറഞ്ച് ബന്ദി, ഇങ്ങനെ പല കളറായിട്ട് ഓരോരോ വരിയായിട്ട് സെറ്റാക്കി ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഇട്ടില്ല. എനിക്ക് ശരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ല, എനിക്ക് അവിടെ ഇരുന്നപ്പോഴും എനിക്ക് പൂവിടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇടാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടക്കല്ലെന്നല്ലേ പറയാൻ. ആദ്യം 1-2 ദിവസം ഇവിടെ ആയിരുന്നു, പിന്നെ അവസാന ദിവസവും ഇവിടെ ആയിരിക്കും. അപ്പം നമ്മൾ വെറുതെ പാമ്പാടിയിൽ കുറച്ച് ദിവസത്തേക്കായിട്ട് ഇടണ്ടല്ലോ. ഇവിടെ ആണെങ്കിൽ ഇനി മുടങ്ങാതെ അമ്മ ഇട്ടോളും. പക്ഷേ ഞാൻ അവിടെ ഇട്ട് തുടങ്ങിയാൽ പിന്നെ ആരിടും, അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടില്ല. അങ്ങനെ നമുക്ക് ഈ ഒരുപാട് കുഞ്ഞുനാൾ തൊട്ടേ നമ്മളിങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ട് നമുക്ക് ഓണം ആകുമ്പം പൂക്കളമൊക്കെ ഇട്ടില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു വിഷമം തന്നെ അത്. അപ്പോൾ അതെല്ലാം കൂടെ ഇന്ന് തീർക്കാനായിട്ട് ഞാൻ കുറേ പൂവ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്, വലിയൊരു ഡിസൈനും ഒക്കെ ആയിട്ട്. ഇത് ഡിസൈനൊക്കെ വരച്ചപ്പം ഇത് എങ്ങനെ ആവും എന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം, ഒരുവിധമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം റോസാപ്പൂ ഇട്ടു. ആദ്യം പതിവ് പോലെ തന്നെ തുളസി ഇലയും വെച്ചു, അതിൻ്റെ മുകളിൽ തുമ്പപ്പൂവ് ഇട്ടു. പിന്നെ ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ കുട താഴെ മാറ്റിയാണ് കുത്തിയത്. ഞങ്ങൾ ഓരോ ദിവസം ഓരോ കുടയായിട്ട് വെച്ചു. ആദ്യത്തെ ദിവസം ഒരു കുട, രണ്ടാമത്തെ ദിവസം 2 കുട, അങ്ങനെ നമ്മൾ ഈർക്കിലിയിൽ പൂ കോർത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസൈൻ ആയതുകൊണ്ട് കുട നടുക്ക് വയ്ക്കുന്നില്ല, പകരം താഴെ മാറ്റി കുത്തുന്നുണ്ട്. അങ്ങനെ ഓരോ വരിയായിട്ട് ഇട്ട് കഴിഞ്ഞു. കുറേ സമയം എടുത്തു ഇത്ര ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനിയും ഉത്രാടമാകുമ്പോഴും എല്ലായിടവും ചില സ്ഥലങ്ങളിലൊക്കെ ഉത്രാട സദ്യ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിനുള്ള എല്ലാം ഞാൻ പകുതി ജോലി ആക്കി വെച്ചിട്ടാണ് ഇതിന് തുടങ്ങിയത്. ഇതിനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം നമുക്ക് പൂക്കളം ഇടാനായിട്ട് വേണം. പിന്നെ എനിക്ക് ഇതിനിടയ്ക്ക് വേറെ ഒരു പരിപാടിയുണ്ട്, അത് വഴിയേ മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ അതിനൂടെ പോകാൻ തയ്യാറായിട്ട് ഇരിക്കുവാണ് ഞാൻ. അപ്പം അത്രയും സമയം നമുക്ക് പൂക്കളം ഇടാനായിട്ട് എടുക്കാം, പോകാനാവുമ്പോൾ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യത്തെ വരി റോസ ഇട്ടു. അത് കഴിഞ്ഞതേ നമ്മുടെ പിന്നെ മഞ്ഞ ബന്ദിപ്പൂ ഇട്ടു. അതെല്ലാം ഒരുവിധമൊക്കെ ഡിസൈനൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ അല്ല, ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ടാണ് തിരുവോണ ദിവസത്തെ പൂക്കളം ഇടുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇട്ടെങ്കിലും വൈകുന്നേരം വീണ്ടും വേറെ ഇടണം നാളത്തേക്കുള്ള പൂക്കളം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ഇട്ടത് കൊണ്ട് ഞാനിപ്പോൾ ഇതെടുത്ത് കളയുന്നില്ല. സാധാരണ ഈ സ്ഥലത്ത് തന്നെ ഇടാറുള്ളത്. പക്ഷേ ഇതിപ്പം ബന്ദിയൊക്കെ ആയതുകൊണ്ട് വാടാതിരിക്കുമല്ലോ. അപ്പം പിന്നെ ഞാൻ ഇതെടുത്ത് കളയാതെ ഇതിൻ്റെ അടുത്തോട്ട് തന്നെ വൈകുന്നേരം വേറെ ഡിസൈൻ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം എന്തായാലും ഒരുപാട് പൂ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ദിവസം അമ്മ ഇവിടെയൊക്കെയുള്ള തെറ്റിയും നന്ദിയാർവട്ടവും പിന്നെ ചെമ്പരത്തിയും അങ്ങനത്തെയൊക്കെ വെച്ച് പിന്നെ ബാക്കി ഇലകളും ഒക്കെ വെച്ച് അമ്മ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം പറിച്ച് കഴിഞ്ഞിപ്പം തീരാറായി പൂക്കളൊക്കെ ഒരുവിധം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പൂ മേടിച്ചത്. പിന്നെ എല്ലാ വർഷവും അവസാന ദിവസമൊക്കെ ആകുമ്പം കുറച്ച് നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച ഈ ബന്ദിപ്പൂ ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയല്ലേ. നമ്മുടെ ഈ പൂക്കളത്തിന് ഒരെടുപ്പുണ്ട്, മഞ്ഞയും ഓറഞ്ചും പിന്നെ തെറ്റിപ്പൂവും റോസാപ്പൂവും എല്ലാം കൂടെ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് മേടിച്ചത്. നമ്മുടെ വീട്ടിൽ കുറച്ച് പൂക്കളൊക്കെ ഉള്ളൂ, നമ്മൾ കുറേ ദിവസം പറിച്ച് കഴിയുമ്പോൾ അതങ്ങ് തീർന്നും പോവും. അങ്ങനെ പിന്നെ അതേടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഒരു സൈഡിൽ ഇരുന്ന് ബിന്ദുവിനും ഇടുന്നുണ്ട് അവളുടെ പൂക്കളം അപ്പുറത്ത്.
മുമ്പൊന്നും പൂക്കൊക്കെ ഒന്നും ഒരു ക്ഷാമവും ഇല്ലായിരുന്നേ. നമ്മൾ കാശ് കൊടുത്ത് പൂ മേടിക്കാറേ ഇല്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ബോൾസവും മാങ്ങാനാറിയും ചെമ്പരത്തിയും തെറ്റിയും എല്ലാം തന്നെ എടുക്കാറുള്ളത്. പിന്നെ തൊട്ടാവാടി, പിന്നെ കൊട്ടപ്പൂവ്, ചെമ്പകം, ഇങ്ങനെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു മുമ്പൊക്കെ. ഇപ്പം അത്രയൊന്നും ഇല്ല. അതേപോലെ തന്നെ മുമ്പാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒറ്റ പൂക്കളം ഇട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ ഓരോ വീട്ടിലും പിന്നെ പൂക്കളം ഇടണം. അപ്പോൾ എല്ലായിടവും പൂക്കളുണ്ടെങ്കിലും ഓരോരുത്തർക്കും അവരവരുടെ പൂക്കളം ഇടാനായിട്ട് പൂ വേണ്ടേ, അങ്ങനെയാണ്. പിന്നെ ഈ മൊസാണ്ട എന്ന് പറയുന്ന ഒരു ഇല പോലത്തെ ഒരു ചെടിയുണ്ടല്ലോ, അതാണെങ്കിൽ ഏറ്റവും നല്ല ഭംഗിയായിരിക്കും അത്തപ്പൂവിനകത്തെ. നല്ല ഇങ്ങനെ ലാസ്റ്റ് നമ്മളിട്ട് തീർക്കാനായിട്ട് ഏറ്റവും അവസാനത്തെ വരിയുണ്ടല്ലോ, ആ വരി ഈ മൊസാണ്ട പൂ വെച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ നല്ല ഒരുപാട് നല്ല നല്ല ഓർമ്മകളാണ്. പൂ പറിക്കാൻ കൊട്ടയും കൊണ്ട് പൂക്കും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതിനിടയ്ക്ക് ഒരു പരിപാടി ഉണ്ടെന്ന്, എന്താണെന്നോ അതേണ്ടേ, ഞാനൊരു വീഡിയോ ഇടാനുണ്ട്. ബിന്ദു ഡ്രൈവിങ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവൾ ലൈസൻസൊക്കെ എടുത്തു. നമ്മൾ ഈ ലൈസൻസൊക്കെ എടുത്തു വെച്ചാൽ, എനിക്ക് ലൈസൻസൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഞാനങ്ങനെ വണ്ടി ഓടിക്കാറില്ല. നമ്മൾ എടുക്കാതങ്ങ് എടുക്കാതങ്ങ് മടിയായിപ്പോയി. പിന്നെ അതുകൊണ്ട് ബിന്ദുവിനെ ഞങ്ങളിങ്ങനെ ധൈര്യമൊക്കെ പകർന്നു കൊടുത്ത് അവൾ എന്തായാലും വണ്ടി ഓടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്നാലും നമ്മൾ തന്നെ എടുത്തുകൊണ്ട് പോയാലല്ലേ നമുക്ക് ആ ഒരു പേടി മാറൂ. പേടിച്ചിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പേടിപ്പിക്കാൻ ഒരുപാട് പേര് കാണുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പമ്പ വരെ പോയി കേട്ടോ. അവൾ തന്നെ ഓടിച്ചതൊക്കെ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കയറ്റവും ഇറക്കമൊക്കെ വരുമ്പോൾ അതൊക്കെ ഇനി ഓടിച്ച് ഒരു ശരിയാവാനുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം അത്യാവശ്യം വന്നു. ബിന്ദുവിൻ്റെ നാത്തൂനും അമ്മയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് ജംഗ്ഷൻ വരെ കൊണ്ടുവിടേണ്ട ഒരാവശ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞു എന്നാൽ ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പറഞ്ഞു എന്തായാലും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. സൈഡിൽ ഇരിക്കാം, അതായത് നമുക്ക് ഈ കരക്കിരുന്ന് വെള്ളം മുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പം അങ്ങനെ സൈഡിൽ ഇരുന്ന് എനിക്കെല്ലാം പറഞ്ഞു കൊടുക്കാനും പിന്നെ അവൾക്കൊരു ധൈര്യം, ഞാനും കൂടെ ഉണ്ടല്ലോ എന്നൊരു ധൈര്യം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വണ്ടിയായിട്ട് ഇറങ്ങി. അതുകൊണ്ട് അവൾ കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിയായിട്ട് ഓടിച്ച് ഞങ്ങൾ ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരാം. അപ്പം ഈ റോഡിലിട്ട് തിരിക്കാനൊക്കെ ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് കണ്ടോ അവരെ അവിടെ ഇറക്കി. എന്നിട്ട് ഞങ്ങൾ നേരെ തന്നെ പോയി റൗണ്ട് അടിച്ച് കറങ്ങി വീട്ടിലോട്ട് വരാം. അതാകുമ്പം റിവേഴ്സ് ഇട്ട് തിരിച്ചൊന്നും എടുക്കണ്ടല്ലോ, തന്നെയല്ല കുറേ കൂടെ ദൂരം ഓടിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കറങ്ങി വരുവാണേ. അപ്പോൾ അവളൊക്കെ ഓടിച്ചു നല്ല ഭംഗിയായിട്ട് ഓടിച്ചു. ഒരാളെങ്കിലും ഡ്രൈവിങ് പഠിച്ചിരിക്കണമെന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിർത്താതെ അങ്ങ് ഓടിക്കും. അപ്പം ഞങ്ങൾക്കൊന്നും ഒരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ ബിന്ദുവിനെ കുറച്ചെങ്കിലും സൈക്കിൾ ചവിട്ടാൻ അറിയാമെന്നുള്ളത് കാര്യം ഞങ്ങളെയൊക്കെ ഒരുപാട് പേടിപ്പിച്ചാണ് അമ്മ വളർത്തിയിട്ടുള്ളത്. അമ്മയെ ഒരുപാട് പേടിപ്പിച്ചിട്ടാണ് ബാക്കി എല്ലാവരും. ഒന്നാമത് ഈ പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ പണ്ടത്തെ കാലമല്ലേ, ഒന്നിനും ഒരു ധൈര്യം തരാതെ നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞ് ആ സ്കൂളിൽ നിന്ന് നമ്മുടെ വീട്ടിലെത്തുന്ന സമയം അതിൽ നിന്ന് 5 മിനിറ്റെങ്കിലും കഴിഞ്ഞു പോയാൽ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അയ്യോ ഇവിടെ പോയി എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു പേടിയാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ധൈര്യമൊന്നും അങ്ങനെ തരാതൊക്കെ വളർത്തിയിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മുടെ മക്കളൊക്കെയാണ് ഞങ്ങൾക്കിപ്പോൾ ധൈര്യം തന്ന അമ്മമാരെല്ലാവരും വണ്ടി ഓടിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ ബിന്ദു വണ്ടി ഓടിക്കണം, നമ്മുടെ നന്ദൂസിനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അമ്മ ഓടിക്കങ്ങോട്ടെടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളമൊക്കെ നോക്കി, 2 സൈഡിലും നോക്കി. അവൾക്ക് ഭയങ്കര പേടിയാണ്, പഠിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുഴപ്പമൊന്നും ഇല്ലാതെ റൗണ്ട് എടുത്ത്. അപ്പോൾ ഇത് നമ്മുടെ കുന്നത്തൂരാണേ, ഇവിടെയൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. അതിൽ നല്ല വളവാണ്. അതിൽ നമ്മുടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വഴി കൂടെ ഞങ്ങളിങ്ങനെ കാർ ഓടിച്ച് വരുവാണ്. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് തന്നെ എന്നെ കണ്ടുകൊണ്ടാണ് അവൾ ധൈര്യമായിട്ട് ഇറങ്ങിയത്. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് എനിക്കും അവൾ വണ്ടി ഓടിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പേടിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോയിട്ട് വന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇത്. ഞങ്ങൾ 4 പേരുണ്ട്. 4 പേരിൽ ഞങ്ങൾക്ക് 3 പേർക്ക് ലൈസൻസും ഉണ്ട്. എന്നിട്ടും ആരും വണ്ടി ഓടിച്ചില്ലെന്ന് പറഞ്ഞാൽ അതും ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും ഡ്രൈവർമാരൊക്കെ ഉള്ള സ്ഥിതിക്ക് അങ്ങനെ നല്ല ഭംഗിയായിട്ട് ബിന്ദു ആദ്യമായിട്ടാണ് ആണുങ്ങളൊന്നും കൂടില്ലാതെ, വണ്ടി പഠിപ്പിച്ചവരൊന്നും കൂടെ ഇല്ലാതെ. അപ്പുവെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ശീലിച്ചു പോയാൽ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് വണ്ടി ഓടിക്കും. അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടാണ് അവൾ ധൈര്യമായിട്ട് വണ്ടി
ഇറക്കിയതും അവരെ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞ് ആദ്യം അമ്മയും മുത്തശ്ശിയും കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ 2 പേരുണ്ടായിരുന്നു, അവരെ കൊണ്ടുവിട്ട് അങ്ങനെ ഞങ്ങൾ 2 പ്രാവശ്യം ഒരു റൗണ്ട് അടിച്ച് കറങ്ങി വന്നു. ഞാൻ ആസ്വദിച്ച് വന്നപ്പോഴത്തേക്ക് തീർന്നു പോയി കേട്ടോ. ഇനി എവിടെയെങ്കിലുമൊക്കെ പോകണം. അങ്ങനെ അങ്ങ് പോയി. മടി മാറിയാലേ ഒരാളെങ്കിലും വണ്ടി പഠിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരാഗ്രഹം ഉണ്ട്. അമ്മ ഉണ്ടോ, ഞങ്ങൾ പോയപ്പോൾ ഇറങ്ങി നിന്നതാണേ. ഇപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര പേടിയാണേ. പിന്നെ ഞങ്ങളൊരു ഡോസൊക്കെ കൊടുത്തങ്ങനെ ഇരുത്തിയിരിക്കുക. കാര്യം ഇപ്പം ഞങ്ങളൊക്കെ എല്ലാവരും ഓരോന്നും 2 പിള്ളേരുടെ അമ്മമാരായി. എന്നിട്ടും അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞങ്ങളതേ ഓട്ടം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ പൂക്കളം പകുതിയാക്കി ഇട്ടിട്ടായിരുന്നു പോയത്. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച സന്തോഷത്തിൽ ശരിക്കും സന്തോഷം തോന്നി കേട്ടോ. നല്ല ഒരാളെങ്കിലും വണ്ടി ഓടിച്ചല്ലോ എന്നുള്ള സന്തോഷം. തിരിച്ചു വന്ന് ദേ വീണ്ടും പൂക്കളമൊക്കെ ഇടാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഇത്രയായിട്ടുണ്ടേ കണ്ടോ. ഞാൻ ആ ബന്ദിയും മറ്റേ ജമന്തി, വെള്ള ജമന്തിയും റോസയും എല്ലാം കൂടി ഇട്ടപ്പോൾ നല്ല കളർഫുള്ളായില്ലേ. അപ്പോൾ അങ്ങനെ ഇത്രയും ദിവസം പൂവിടാതിരുന്നതിൻ്റെ എല്ലാം കൂടെ തീർത്ത് ഞാൻ അടിപൊളിയായിട്ട് പൂവിട്ടു. അമ്മ വേണ്ട പതിവ് പോലെ ഈർക്കിലിയിൽ കുടയൊക്കെ പിന്നെ പൂവെല്ലാം കോർത്ത് കുടയാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇത് അവളുടെ ബിന്ദുവിൻ്റെ പൂക്കളം. അവൾ പിന്നെ എല്ലാ ദിവസവും നല്ല അടിപൊളിയായിട്ടാണ് ഇടാറുള്ളത്. ഞാൻ എൻ്റെ ഷോർട്സിലും മറ്റേ നേരത്തെ ഉള്ള വീഡിയോയിലും ഒക്കെ കാണിച്ചിട്ടില്ലേ. അപ്പോൾ അവൾ എന്നും മുടങ്ങാതെ അവൾ തന്നെ ഇവിടെ ഇടുമായിരുന്നു പൂ. നമ്മുടെ നന്ദൂസിന് പൂവിടുന്നതും ഒക്കെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അവനിങ്ങനെ മെനക്കെടാനൊന്നും വയ്യ കേട്ടോ. അതുകൊണ്ട് പിന്നെ ബിന്ദു തന്നെ ഇട്ടു. അത് നല്ല അടിപൊളിയായിരുന്നു. ഇത്രയൊക്കെ അടിപൊളിയാക്കി രാവിലെ ഇട്ടെങ്കിലും ഇനി വൈകുന്നേരം വേറെ ഇടണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഉത്രാടം ദിനത്തിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി അടുക്കള കയറിയാൽ നല്ല ഗംഭീരം ജോലിയുണ്ട്. കാര്യം ഇന്നും സദ്യയാണല്ലോ. അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം പകുതിയാക്കി വെച്ചിട്ടേ ഉള്ളൂ 2 പേരും. ഇത് എൻ്റെ പൂക്കളത്തിൻ്റെ അവസാന ഭാഗം. അപ്പം ഇനി വൈകുന്നേരത്തെ പൂക്കളത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഇനിയും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മഴ തോരുമായിരിക്കും. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണേ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം മഴ നല്ല തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ പൂക്കളം പ്രശ്നമില്ല, ഷീറ്റിൻ്റെ അടിയിലായതുകൊണ്ട്. പക്ഷേ മിക്കവാറും ബിന്ദുവിൻ്റെ പൂക്കളമൊക്കെ ഒലിച്ചു പോകുന്ന ലക്ഷണമുണ്ട്. പിന്നെ നമ്മുടെ കണ്ണൻകുട്ടനും ദേവനും മാളും എല്ലാവരും ഇപ്പോൾ വന്നിട്ടങ്ങോട്ട് പോയതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ അവിടെ ഓണം എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട്, ഞാൻ അവരുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ദേവൻ്റെ മാത്രമേ എടുത്തുള്ളൂ. ദേവൻകുട്ടൻ വരുന്നുണ്ട്. ഞാനങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് പകുതി ആയിക്കൊണ്ടിരുന്നപ്പം നന്ദൂസ് പോയി ദേവൻകുട്ടനെ എടുത്തുകൊണ്ട് വന്നു. വേണ്ട കണ്ടോ, നമ്മുടെ ദേവൻകുട്ടനും നന്ദുച്ചേട്ടനും. ഇവിടുത്തെ മഹാബലി കൊച്ചു മഹാബലി. എല്ലാവർക്കും ഒരു ഹായ്. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഹായ്. കുഞ്ഞിനെ പൂവിൻ്റെ അടുത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്തു. ഇല്ല മഹാബലി എന്നെ മടിയില്ല. മഹാബലി ശബ്ദം ഉണ്ടായി. ബാറ്ററി തീർന്നു. കളയുന്നില്ലെങ്കിൽ ഗോപി പോലെ സൈഡിലൊരു ബോർഡർ വെച്ചാൽ മതി. നീ ഒരു പൂ എടുക്ക്. അങ്ങനെ എൻ്റെ അത്തപ്പൂക്കളം കഴിഞ്ഞു ഗൈസ്. എങ്ങനെയുണ്ട്? ഇത്രയും ദിവസം ഞാൻ ഇടാത്തതിനോട് പകരം ഇന്ന് ഞാനങ്ങ് പൊളിച്ചങ്ങടിക്കും. ഇത് ബിന്ദുവിൻ്റെ. ഇതും കൊള്ളാം, അടിപൊളി, സൂപ്പറാണ്. ഇത് നന്ദൂസിൻ്റെ ചിറ്റയുടെ മക്കളാണ്, ദേവൂട്ടിയും മാളൂട്ടിയും. എനിക്ക് ദേവൂട്ടിയാണ് ഈ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു ദേവൂട്ടി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഉത്രാടം ദിനാശംസകൾ. അപ്പോൾ ഇനി നമ്മുടെ വൈകിട്ടത്തെ പൂക്കളവും തിരുവോണ ദിവസത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.